നമസ്കാരം, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇന്നത്തെ ഐറ്റം ആവിയിൽ വേവിച്ചെടുക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. ഈവൻ ഡയബറ്റീസ് പേഷ്യൻസിന് പോലും കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇന്നത്തെ ഒരു മൂങ് ദാൽ ധോക്ല. ധോക്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ലിക്ക് സമാനമായിട്ടുള്ള എന്നാൽ പുളിയൊന്നുമില്ലാത്ത ഒരു ഡിഷാണ്. ഇതവരെ സ്റ്റാർട്ടേഴ്സ് ഐറ്റമൊക്കെ കഴിക്കും. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഇന്ന് ഉപയോഗിക്കുന്നത് ഒരു കപ്പ് 250 ml ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ്. മഞ്ഞ ചെറുപയർ പരിപ്പ് അതൊരു 1.5 മുതൽ 2 മണിക്കൂർ വരെ വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിലും കൂടുതൽ സമയം ഇടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. തരിയോട് കൂടി തന്നെയാണ് അരയ്ക്കുന്നത്. കുറച്ച് തരി കേട്ടോ, ഒരുപാട് തരിയല്ല, ജസ്റ്റ് ഒന്ന് അരയ്ക്കുമ്പോഴേക്കും തന്നെ അതിലേക്ക്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് ഒരു പാത്രത്തേക്ക് മാറ്റാം. ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ലി മാവിൻ്റെ പോലെ ആയിരിക്കണം കേട്ടോ. അതല്ലാതെ ഒരുപാട് വാട്ടറി ആയിട്ട് ഉണ്ടാക്കരുത്. അതുപോലെ ഈ ദാലിനെ മിക്സ് ചെയ്തിട്ട് അതാക്കി കഴിഞ്ഞാൽ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഫ്ലഫി ആയിട്ട് വരികയും ചെയ്യും കേട്ടോ. ഇതിൽ വെള്ളം പോരാ, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് തരിയോട് കൂടിയാണ് അരച്ചിരിക്കുന്നത്. എന്നാൽ മാത്രമേ ധോക്ലയുടെ ടെക്സ്ചറൊക്കെ നന്നാവുള്ളൂ. ഫൈൻ പേസ്റ്റ് ആയാൽ നന്നാവില്ല. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തിടാൻ പോവാണ്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. സാധാരണയായിട്ട് ധോക്ലയുടെ മുകളിലാണ് വറുത്തിടുക. ഇത് ഞാൻ അതിൻ്റെ മാവിലിട്ടിട്ട് വേവിച്ചെടുക്കണം. 1 ടീസ്പൂൺ ഉഴുന്നപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഉഴുന്നപ്പരിപ്പ് നന്നായി വഴറ്റി വരണം. അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ധോക്ലയ്ക്ക്. കുറച്ച് കരുവേപ്പിൻ്റെ ഇല, ഒരു 2 ടീസ്പൂണോളം ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കേട്ടോ. ഇനി ഇതിനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ വരും. ഇനി നമുക്കിതിനെ മാവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ധോക്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ചൊരു ട്രേയിലാക്കിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യുക. ഇതിന് പകരം നിങ്ങൾക്ക് ആ ട്രേ ഇല്ല എങ്കിൽ ഇഡ്ലി പോലെയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദാൽ ഇഡ്ലി ആയിട്ടും ഇതിന് ഉപയോഗിക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നമുക്ക്. കൺസിസ്റ്റൻസി കണ്ടോ, ഇതെങ്ങനെ ആയിരിക്കണം നമ്മുടെ കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം ഈനോൻ്റെ ഫ്രൂട്ട് സോൾട്ട് ആണ് കേട്ടോ. ഫ്രൂട്ട് സോൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ധോക്ല നന്നായി വരുള്ളൂ. 1 ടീസ്പൂൺ ഈനോൻ്റെ ഫ്രൂട്ട് സോൾട്ടും കൂടി അതിലേക്ക് ഇടണം. എന്നാൽ മാത്രമേ ഇതിങ്ങനെ പൊന്തി വരുള്ളൂ കേട്ടോ. അല്ല എങ്കിൽ കൺസിസ്റ്റൻസിയും ടെക്സ്ചറും പെർഫെക്റ്റ് ആയി വരില്ല നമ്മുടെ ധോക്ലയുടെ. ഇനി അതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. അതുപോലെ ഫ്രൂട്ട് സോൾട്ട് ഇട്ട് ഒരുപാട് നേരം ഇട്ട് ഇളക്കരുത്. ഒന്ന് ജസ്റ്റ് എല്ലായിടത്തും മിക്സ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഇനി നന്നായിട്ട് എണ്ണ തേച്ച് വെച്ച ഒരു ട്രേ ആണിത്. ഒരു ബേക്കിങ്ങിൻ്റെ ട്രേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആവിയിലാണ് വേവിക്കേണ്ടത് കേട്ടോ. ഈ ട്രേ ഇല്ല എങ്കിൽ നിങ്ങൾക്കുള്ള പാത്രത്തിൽ ചെയ്യാം. അതല്ല എങ്കിൽ ഇഡ്ലി പാത്രത്തിലും ഉണ്ടാക്കിയെടുക്കാം. ഇഡ്ലിയുടെ തട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാ ഭാഗത്തും ബാറ്റർ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. വെള്ളമൊക്കെ വെച്ച് ഞാൻ സ്റ്റീം ചെയ്യുന്നുണ്ട്. ഒരു 20 മുതൽ 25 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. പരന്ന പാത്രമാണെങ്കിൽ ഇത്ര ടൈം എടുക്കില്ല കേട്ടോ. നമുക്കിനി ഇതിനെ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം ഇതൊരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന് നോക്കാം. നമുക്കൊരു ടൂത്ത് പിക്ക് ഇട്ടിട്ട് ഒട്ടുന്നില്ല എങ്കിൽ കുക്കായിട്ടുണ്ട്. ഇല്ല എങ്കിൽ ഒന്നും കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിനെ നമ്മളൊരു പാത്രത്തിൽ നിന്ന് അതിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഈ ബേക്കിങ്ങിൻ്റെ ട്രേ ഒന്ന് തുറക്കണം കേട്ടോ. തുറന്നു കഴിഞ്ഞാൽ ഇല്ല എങ്കിൽ അതിൻ്റെ സൈഡിലൂടെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് തുറന്ന് ഒന്ന് തണുക്കാനായിട്ട് വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ ഒന്ന് കമത്തിയിടുകയാണ്. ഒരു 5-10 മിനിറ്റോളം. കാരണം ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ധോക്ല എടുക്കുന്നതാണ് നല്ലത്. കട്ട് ചെയ്യുമ്പോഴും ഒക്കെ ഒന്ന് തണുക്കണം. അപ്പോൾ മാത്രമേ ധോക്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലും ടേസ്റ്റിലും വരുള്ളൂ. അപ്പോൾ കണ്ടോ, സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്യാം. തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്താലേ വരുള്ളൂ. ഇല്ല എങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വറുത്തിടാം കേട്ടോ. കുറച്ച് ജീരകവും തേങ്ങയും പിന്നെ കുറച്ച് മല്ലിയിലയൊക്കെ കൂടി വറുത്തിട്ട് കഴിഞ്ഞാലും സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, മല്ലി ചട്നിയുടെ കൂടെ. അപ്പോൾ വളരെ ഹെൽത്തിയാണ് ഇത്. നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ടെക്സ്ചർ പെർഫെക്റ്റ് ടെക്സ്ചറിലും കൺസിസ്റ്റൻസിയിലുമാണ് ഇത് വന്നത്. അപ്പോൾ ഇന്നത്തെ ഡിഷും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഇത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ഇത്. ഇതിൽ നല്ല കടുകും ആ ഉഴുന്നുപരിപ്പിൻ്റെ ഒക്കെ കൂടി ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആയിട്ട് സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.